ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ്, ഒരു മിനി സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു വീടാണെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, ഒരു റൂം പോലത്തെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അവിടെ ഒരു അമ്മയും രണ്ട് മക്കളും ഉണ്ടാവും. അവർ പിന്നെ ഓരോ സംസാരിക്കുന്നതും കളിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അമ്മയുടെ പിന്നെ മക്കൾ ഏകദേശം ഒരു 12 വയസ്സുള്ളൊരു പെൺകുട്ടിയും ഏകദേശം ഒരു 8 വയസ്സുള്ളൊരു ആൺകുട്ടിയാണുള്ളത്. അപ്പം അവിടേക്ക് പിന്നെ ഒരാൾ വരുന്ന സമയത്ത് ഇവരുടെ ഒരു ജീവിത രീതി എന്നുള്ളത് ഭയങ്കര അടുക്കും ചിട്ടയുള്ളൊരു ജീവിത ശൈലിയായിരിക്കും. കൃത്യസമയത്ത് പിന്നെ എഴുന്നേൽക്കുക, എല്ലാ ദിവസവും ഒരേ റൂട്ടീൻ. കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പല്ല് തേക്കുക, പ്രാഥമിക കർമ്മങ്ങൾ നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ അതൊക്കെ ചെയ്യുള്ളൂ. നല്ല വൃത്തിയായിരിക്കണം, കൈയും കാലും ഒക്കെ നല്ല വൃത്തിയായിരിക്കണം. അങ്ങനെ കുറച്ച് ചിട്ടകളുണ്ടാവും. സംഭവം നമുക്ക് എന്താണെന്നുള്ള ഫസ്റ്റ് മനസ്സിലാവില്ല. പക്ഷെ ഇവരെ ശരിക്കും കിഡ്നാപ്പ് ചെയ്ത് വെച്ചതായിരിക്കും അവിടെ. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു സ്ത്രീ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഈ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫുള്ള് കാട്. ആ കാടിൽ നിന്ന് പുറത്തിറങ്ങി ഓടുന്ന സമയത്ത് ഒരു റോഡിലേക്ക് എത്തുന്നതും അവിടുന്ന് ഒരു കാർ ഇടിച്ച് തെറിപ്പിക്കുന്നതുമാണ്. അങ്ങനെ പിന്നെ ഈ ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ സ്ത്രീയുടെ മകൾ എന്ന് അവകാശപ്പെടുന്ന ആ കുട്ടിയെയും ഹോസ്പിറ്റലാവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഇവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു, പിന്നെ 13 വർഷം മുമ്പേ കാണാതായിപ്പോയ ഇതേ പേരിലുള്ള ഒരു സ്ത്രീ ഉണ്ടാവും. അപ്പോൾ 13 വർഷം മുമ്പേ കാണാതായതായിരിക്കും. ഇവരും തമ്മിൽ എന്തെങ്കിലും പിന്നെ ബന്ധമുണ്ടോ, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്, ഒരു സീരീസാണ്. ആ ഒരു പെൺകുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഒരു 12-13 വയസ്സിലെ ഒരു പെൺകുട്ടിയെ ആയിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം ഭയങ്കര മിസ്റ്ററിയാണ്. ആ ഒരു കഥാപാത്രം എന്നുള്ളതാണ് സംഭവം. പൊളിച്ചടക്കിയിട്ടുണ്ട് ആ ഒരു കഥാപാത്രം. ആ ഒരു നടി, ചെറിയ കുട്ടി സൂപ്പറാക്കി തന്നെയുണ്ട്. ഈ ഒരു സീരീസിന്റെ പേര് വരുന്നത് ഡിയർ ചൈൽഡ് എന്നാണ്. ഒരു ജർമ്മൻ സീരീസാണ്, ജർമ്മൻ മിനി സീരീസാണ്. ഏകദേശം 6 എപ്പിസോഡുകളാണുള്ളത്. 45-50 മിനിറ്റുകളടങ്ങുന്ന 6 എപ്പിസോഡുകളിൽ തീരുന്ന ഒരു മിനി സീരീസാണ്, ജർമ്മൻ സീരീസാണ്. ഡിയർ ചൈൽഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. ആകെ മൊത്തത്തിൽ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ് ഇങ്ങനെ കണ്ട് വരുന്ന സമയത്ത് ഫുൾ മിസ്റ്ററിയാണ്. കുറേ ട്വിസ്റ്റുകളുണ്ട്. നമുക്കൊന്നും എന്താ പറയുക, നമ്മൾ എവിടെയും പിടിവരാത്ത രീതിയിലാണ് ആദ്യത്തെ 3 എപ്പിസോഡുകൾ കൊണ്ടുവന്നത്. ആദ്യത്തെ 3ാമത്തെ എപ്പിസോഡിലെ ക്ലൈമാക്സ് ഒക്കെ രക്ഷയില്ലാത്ത സംഭവമാണ്. പിന്നെ നമ്മളെ പിടിച്ചിരുത്താനുള്ള എല്ലാ സംഭവങ്ങളും ഒരു സ്ലോ പേസിലാണ് സീരീസിൻ്റെ കഥ പോകുന്നതെങ്കിലും നമ്മളെ പിടിച്ചിരുത്താനുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സീരീസിൽ ഉണ്ട് എന്നുള്ളതാണ്. 3 എപ്പിസോഡ് ആ 3ാമത്തെ എപ്പിസോഡ് അങ്ങോട്ട് കഴിയുമ്പോൾ രക്ഷയില്ലായിരുന്നു. പിന്നെ പെർഫോമൻസ്, ആ കൺസെപ്റ്റ് മേക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്വാളിറ്റി തന്നെ, എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് എപ്പിസോഡുണ്ട് ഈ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് എന്നെ അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നി, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഇത് കൂട്ടിച്ചേർക്കാമായിരുന്നു തോന്നി. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സീരീസിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത്. പക്ഷേ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു കിഡ്ലൻ സീരീസ് തന്നെയാണ് ഡിയർ ചൈൽഡ് ആണ് ഈ ഒരു സീരീസ്. മൊത്തം 4 മണിക്കൂറും 48 മിനിറ്റാണ് ഈ സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. പിന്നെ ഈ ഒരു ജേണലിൽ പെടുന്ന, അതായത് സൈക്കോളജിക്കൽ മിസ്റ്ററി ക്രൈം ത്രില്ലർ, ഈ ഒരു ജേണലിലൊക്കെ പെടുത്താവുന്ന സീരീസാണ്. ആ ഒരു ജേണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതും സ്ലോ പേസിലാണ് കഥ പോകുന്നതും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മലയാള സബ്ടൈറ്റിൽ അവൈലബിൾ ആണ്. മൂവി മിറർ ആണ് ഈ ഒരു സീരീസിൻ്റെ മലയാളം സബ്ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ജർമ്മൻ മിനി സീരീസാണ്. ഡിയർ ചൈൽഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കിടിലൻ സീരീസാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സീരീസാണ്. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.